ഹായ്, നിങ്ങൾ നഴ്സിംഗ് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവരാണോ? പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് അഡ്മിഷന് നിങ്ങൾക്ക് എത്ര മാർക്ക് വേണ്ടി വരും? എത്ര കട്ട് ഓഫ് മാർക്ക് വേണം? എത്ര റാങ്ക് വരെ വന്നാലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൻ്റെ കട്ട് ഓഫ് മാർക്സ്, ഫീസ് എന്നിവയെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കാണാത്തവർക്ക് അത് കാണാം. ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലേക്കും പ്രൈവറ്റ് നഴ്സിംഗ് കോളേജിലേക്കും അഡ്മിഷൻ നടക്കുന്നത് LBS സെൻറ്റർ വഴിയാണ്. ഒരു പ്രത്യേക എൻട്രൻസ് എക്സാം നടത്തുന്നില്ല. കീം എക്സാം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇല്ല, ഒരു പ്രത്യേക എക്സാമും ഇതിനു വേണ്ടി നടത്തുന്നില്ല. LBS സെൻറ്ററിൽ നിങ്ങളുടെ +2ൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇത്രയും മാർക്സിൻ്റെ ഇൻഡെക്സ് മാർക്ക് ആക്കിയിട്ട്, അതൊക്കെ ഞാൻ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇട്ടാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യും. അതിലുള്ള റാങ്കിനനുസരിച്ചാണ് നിങ്ങൾക്ക് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലേക്കോ അല്ലെങ്കിൽ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജിലേക്കോ അഡ്മിഷൻ ലഭിക്കുന്നത്. ഇപ്പോൾ പോപ്പുലറായിട്ടുള്ള പ്രൈവറ്റ് കോളേജസ്, അതായത് സെൽഫ് ഫിനാൻസിങ് കോളേജസിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങളുടെ +2ൻ്റെ PCB മാർക്സ്, ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു മോർ ദാൻ 85 to 90% മാർക്സ് ഉള്ളവരായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ LBS റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങളുടെ റാങ്ക് ഒരു 10,000 to 20,000 ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. അപ്പോൾ ആ റാങ്കിനുള്ളവർക്കാണ് പോപ്പുലറായിട്ടുള്ള പ്രൈവറ്റ് നഴ്സിംഗ് കോളേജസിൽ അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉള്ളൂ. ഞാൻ ഓൾറെഡി ഇതിൽ പോപ്പുലറായിട്ടുള്ള പ്രൈവറ്റ് നഴ്സിംഗ് കോളേജിൻ്റെ ഒരു ലിസ്റ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് നോക്കി മനസ്സിലാക്കാം. അതിൻ്റെ ലൊക്കേഷനൊക്കെ അതിൽ നോക്കി മനസ്സിലാക്കാം. ഇപ്പോൾ നിങ്ങളുടെ റാങ്ക് ഒരു ഇൻ ബിറ്റ്വീൻ 75% to 85% ഉള്ളിലാണ് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾക്കൊരു ആവറേജ് പ്രൈവറ്റ് നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ LBS റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ റാങ്ക് ഒരു 20,000 to 35,000 ആണെങ്കിൽ നിങ്ങൾക്ക് ആവറേജ് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി നിങ്ങളുടെ റാങ്ക് 35,000 to 50,000 ആ ഒരു റേഞ്ചിലാണ് നിങ്ങളുടെ മാർക്സ് 70 എബവ്, അതായത് ഒരു ആവറേജ് 70 to 75% ആണ് നിങ്ങളുടെ മാർക്കെങ്കിൽ നിങ്ങൾക്കൊരു ലോ ഡിമാൻഡിങ് കോളേജസിലൊക്കെ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജസിൽ അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്രോക്സിമേറ്റ്ലി 131 സെൽഫ് ഫിനാൻസിങ് നഴ്സിംഗ് കോളേജസാണ് അക്രോസ് കേരള LBS അഡ്മിഷനിലൂടെ സീറ്റ് കൊടുക്കുന്നത്. ഇതിൽ 50% മെറിറ്റ് സീറ്റാണുള്ളത് LBS അഡ്മിഷനിലൂടെ. ബാക്കി 50% മാനേജ്മെൻറ്റ് കോട്ടയിലും NRI കോട്ടയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അലോട്ട്മെൻറ്റ് ഒരു ഘട്ടമായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ അലോട്ട്മെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു 35,000 to 50,000 വരെ ആവറേജ് മാർക്സ് റാങ്ക് ലിസ്റ്റിൽ വരുന്നവർക്ക്, അതായത് ഒരു 75% to 80% വരെ ഉള്ളവർക്ക് ആവറേജ് നഴ്സിംഗ് കോളേജിലൊക്കെ കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വേക്കൻസീസൊക്കെ സ്പോട്ട് അലോട്ട്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ +2ൻ്റെ PCB ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പം എബവ് 70% നിങ്ങൾക്ക് മാർക്ക് ഉള്ളവരാണെങ്കിൽ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജസിൽ, അത് ലോ ഡിമാൻഡിങ് കോളേജസ് ആയിരിക്കും, നിങ്ങളുടെ മാർക്കിനനുസരിച്ചാണ് അതുണ്ടാവുക. അപ്പോൾ അങ്ങനെ കിട്ടാൻ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്, LBS അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് നേരത്തെ നടന്ന LBS നഴ്സിംഗ് അഡ്മിഷൻ അലോട്ട്മെൻറ്റ് പ്രകാരം ഒരു അപ്രോക്സിമേറ്റ് കണക്കാണിത്. അപ്പോൾ കട്ട് ഓഫ് റാങ്ക് എല്ലാ വർഷവും ഇങ്ങനെ ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. അത് എക്സാമിൻ്റെ ഡിഫിക്കൽട്ട്, എത്ര കുട്ടികൾ കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്തു, പിന്നെ അലോട്ട്മെൻറ്റ് റൗണ്ടൊക്കെ ബേസ് ചെയ്തിട്ട് അതിന് ചേഞ്ച് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അടുത്തത് റിസർവേഷൻ കാറ്റഗറിയെക്കുറിച്ച് സംസാരിക്കാം. അതിനു മുമ്പായിട്ട് ഈ വീഡിയോ എടുക്കാനോ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനൊക്കെ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ ഇൻഫർമേഷൻസുമായിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. റിസർവേഷൻ കാറ്റഗറീനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ SC/BC സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് കാസ്റ്റ് ആയിട്ടുള്ള OBC, ഈഴവ അങ്ങനെയുള്ള കാറ്റഗറീസിലൊക്കെ 40,000 to 60,000 റാങ്ക് വരെ നിങ്ങൾക്കുള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് അഡ്മിഷന്. SC കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ 60,000 to 90,000 റാങ്കിനുള്ളിൽ വരുന്നവർക്ക് നല്ല ചാൻസ് ഉണ്ട്.
പിന്നെ നിങ്ങൾ ST കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ 1 lakh പ്ലസ് റാങ്ക് നിങ്ങൾക്ക് ഉള്ളവരാണെങ്കിലും നിങ്ങൾക്ക് സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിൽ പ്രധാന ഒരു കാര്യം EWSന് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ മാത്രമേ റിസർവേഷൻ ഉള്ളൂ. സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ EWS കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് റിസർവേഷൻ ഇല്ല എന്നുള്ളതാണ്. പിന്നെ മൈനോറിറ്റി കോളേജസ് ലൈക്ക് ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജ്, പ്രൈവറ്റ് കോളേജ്, മുസ്ലിം മൈനോറിറ്റി പ്രൈവറ്റ് കോളേജസിലൊക്കെ സെപ്പറേറ്റ് റിസർവേഷനാണ്. അതായത് മുസ്ലിം മൈനോറിറ്റി കോളേജിൽ ആണെങ്കിൽ നിങ്ങളുടെ റിലീജിയൻ മുസ്ലിംസ് ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ റിസർവേഷൻ കിട്ടും. സെയിം ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജിൽ ക്രിസ്ത്യൻസിന് കൂടുതൽ റിസർവേഷൻ സീറ്റ് കിട്ടുന്നതാണ്. പ്രൈവറ്റ് നഴ്സിംഗ് അഡ്മിഷൻ 40,000 to 50,000 റാങ്ക് നിങ്ങളുടെ LBS അലോട്ട്മെൻറ്റിൽ ഉള്ളവർക്കും, അതായത് ഒരു 70% മാർക്ക് അതിന് മേലെ ഉള്ളവർക്ക് ചാൻസ് ഉണ്ട്. പക്ഷേ കോളേജിൻ്റെ ക്വാളിറ്റി നിങ്ങളുടെ റാങ്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, പ്ലീസ് സപ്പോർട്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.